നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭൂനമഃ. ഭൂനമഃ ആസനം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അസുഖം ലിവർ ഡിസോർഡേഴ്സ്, അതായത് ഫാറ്റി ലിവർ കണ്ടീഷനിലാണ്. ലിവർ ഡിസോർഡേഴ്സ് പല കാരണങ്ങൾ കൊണ്ടും കരളിന് രോഗം വരാം. ഇന്ന് ഭൂനമഃ നമ്മൾ ചെയ്യുന്നത് ഫാറ്റി ലിവർ, അതായത് ലിവറിൽ കൊഴുപ്പ് വണ്ണം കൂടുതൽ കാരണമോ നമ്മളുടെ ജീവിതശൈലി കൊണ്ടോ ലിവറിലുള്ള കൊഴുപ്പിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്ന കണ്ടീഷനാണ് ഫാറ്റി ലിവർ കണ്ടീഷൻ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസനയാണ് ഭൂനമഃ. ആ ഭൂനമഃ മേൽ ചെറിയൊരു ട്വിസ്റ്റിങ്ങും ഒരു കംപ്രഷനും വരുന്നുണ്ട്. അതുകൊണ്ട് ഫാറ്റി ലിവർ കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ് ഭൂനമഃ. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഫാറ്റി ലിവറിൽ നമുക്ക് ചെറിയ തോതിൽ വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്, വയറുവേദന ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ബെൻഡ് ചെയ്യാൻ. ഏത് ലെവൽ വരെ ബെൻഡ് ചെയ്യാൻ പറ്റുമോ ആ ലെവൽ വരെ ബെൻഡ് ചെയ്യുക. ഏത് ലെവലിലാണോ നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ ബ്രീത്തിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാലുകൾ നീട്ടി വെച്ചിരിക്കുക. നമ്മളുടെ വലത്തെ കാല് മടക്കി ഇടത്തെ മുട്ടിൻ്റെ തൈസിൻ്റെ മുകളിൽ വെക്കണം. മുട്ടിൻ്റെ അവിടെയല്ല, അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ ഇടത്തെ കാല് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു കാല് മടങ്ങിയിരിക്കുന്നു, ഒരു കാല് ജസ്റ്റ് ബെൻഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഏത് കാലാണോ നിങ്ങൾ മടക്കി വെച്ചത് ആ കാലിൻ്റെ അങ്ങോട്ട് നമ്മൾ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ടിൽറ്റ് ചെയ്യണം. ഇൻഹേൽ, ശ്വാസം വിട്ടുകൊണ്ട് തിരിഞ്ഞ് കൈ രണ്ട് സൈഡിലായിട്ട് വെച്ചു. ഒരു കൈ മുട്ടിൻ്റെ അവിടെയും ഒരു കൈ അതിന് സൈഡിൽ സമമായിട്ട് അപ്പുറത്തെ സൈഡിന് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മേലോട്ട് ഉയർത്തണം. ഇൻഹേൽ, ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഫ്രണ്ടിലോട്ട് കുനിഞ്ഞ് നെറ്റി രണ്ട് കൈയിൻ്റെയും നടുക്കായിട്ട് വരണം. എന്നാൽ മാത്രമേ തൈസ് നിങ്ങളുടെ ലിവർ ഭാഗത്ത്, അത് വയറിൽ കംപ്രസ് ചെയ്യത്തുള്ളൂ. ഈ പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുക. വളരെ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരണം. ഇൻഹേൽ, ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ എഴുന്നേറ്റിരിക്കുക. അതിനുശേഷം ഓരോ കാലുകളായിട്ട് റിലീസ് ചെയ്യണം. ആദ്യം നിങ്ങളുടെ ഇടത്തെ കാല്, അതിനുശേഷം വലത്തെ കാല്. സ്വല്പനേരം റിലാക്സ് ചെയ്തിരിക്കുക. കാലകത്തി വെച്ച് കൈ രണ്ടും പുറകിൽ വെച്ച് കണ്ണടച്ചിരിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡിലും ചെയ്യുക. ആദ്യം ഇടത്തെ കാല് മടക്കി വലത്തെ നീസിൻ്റെ മുകളിലായിട്ട് വെക്കണം. വലത്തെ തൈസിൻ്റെ സൈഡിൽ വയ്ക്കുക, മുട്ടിൻ്റെ മുകളിലായിട്ട്. വലത്തെ കാല് മടക്കി വലത്തെ സൈഡിൽ കൂടെ ബെൻഡ് ചെയ്ത് സൈഡിൽ വയ്ക്കുക. ശ്വാസം എടുക്കുക. ഇൻഹേൽ, ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തെ സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് കൈ മുട്ടിൻ്റെ ലെവലിലും മറ്റേ കൈ സമമായിട്ടും വയ്ക്കണം. ഇൻഹേൽ ചെയ്തുകൊണ്ട് നിവർന്നു വരിക മേലോട്ട്. എക്സേൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് കുനിഞ്ഞ് രണ്ട് കൈയിൻ്റെയും നടുക്കായിട്ട് നെറ്റി കൊണ്ടുവരിക. മെയിൻറ്റെയിൻ വിത്ത് നോർമൽ ബ്രീത്തിങ് ഫോർ 10 seconds. Inhale and come up. Exhale and release. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഓരോ കാലുകളായിട്ട് റിലീസ് ചെയ്യണം. ആദ്യം വലത്തെ കാല്, അതിനുശേഷം ഇടത്തെ കാല്. റിലീസ് ചെയ്തിട്ട് കൈ രണ്ടും പിറകിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. ഇന്ന് നമ്മൾ ചെയ്തത് ഭൂനമഃ, ഫാറ്റി ലിവർ കണ്ടീഷൻ. അത് കരൾ രോഗങ്ങൾക്കാണ് കൊടുത്തത്. കരളിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന കണ്ടീഷനിലാണ് ഈ ആസന ചെയ്യേണ്ടത്. ഇത് ഇത്രയും കുനിയാൻ പറ്റണം എന്നില്ല. ഏത് ലെവൽ വരെ കുനിയാൻ പറ്റുമോ അത്രയും കുനിഞ്ഞാൽ മതി. കുനിയുമ്പോൾ രണ്ട് കൈ വയ്ക്കുന്നുണ്ട്. ആ രണ്ട് കൈയിൻ്റെ നടുക്ക് വേണം തല വരാൻ, അല്ലാതെ ഫ്രണ്ടിലോ ബാക്കിലോ ആകരുത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്രയും കംപ്രഷൻ ഇഫക്റ്റ് നമ്മളെ അബ്ഡോമനിൽ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ട് കൈയിൻ്റെ നടുക്കായിട്ട് വേണം നമ്മളുടെ നെറ്റി തറയിലോട്ട് തൊടിയിക്കേണ്ടത്. ഭൂനമഃ. താങ്ക് യു. ഫിറ്റ്നസ് ട്രെൻഡ്സ്